അതെ, എല്ലാവരും എന്നാ പറയണോ, ഞാൻ ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങുന്ന കേട്ടോ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ ചന്തയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നു, അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാലേ, നമ്മൾ ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസം അങ്ങ് വിചാരിക്കും ഇന്ന് പോകാം നാളെ പോകാമെന്നൊക്കെ. ആ നാളെ നീണ്ടു പോയി അവസാനം ഫ്രിഡ്ജ് കാലിയായി അത് കരച്ചിൽ തുടങ്ങി കഴിയുമ്പോഴാണ് ഇന്നത്തേക്കില്ലെങ്കിൽ നാളത്തേക്ക് ഫ്രിഡ്ജിനകത്ത് ഒന്നും ഇല്ലെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അത്തപ്പത്ത് എത്തി നിൽക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇത്. എന്നാൽ പിന്നെ പോയി ഇച്ചിരി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നേക്കാന്ന് വിചാരിച്ച് ഇറങ്ങി തന്നെ. തിരിച്ച് വീട്ടിൽ സാധനമൊക്കെ വാങ്ങിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചോറും കറിയൊക്കെ ഉണ്ടാക്കിയേക്കാന്ന്. ഞങ്ങളെ ഇവിടെ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ദൈവമേ ഇതൊക്കെ കഴിച്ച് എങ്ങനെ ഇവിടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ കാലം മുമ്പോട്ട് പോയി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഭക്ഷണമായാലും ഇഷ്ടമാണ് കേട്ടോ. വിശക്കുന്നതിന് എന്തെങ്കിലും കിട്ടിയാൽ മതി, എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നൊരു ചിന്ത നമുക്ക് വന്നു. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നല്ല മലയാളികളല്ലേ, കുറച്ച് ചോറും കറികളും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സന്തോഷമല്ലേ. നമ്മുടെ നാട്ടിലെ ചിലർ കല്യാണത്തിന് പോയി ബിരിയാണി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ കഞ്ഞിയും ചോറും കഴിക്കുന്നവർ, അങ്ങനെയുള്ള കൂട്ടത്തിലല്ലേ നമ്മളൊക്കെ. അല്ല പിന്നെ വേറെ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ഭക്ഷണം നമുക്ക് മറക്കാൻ പറ്റുമോ? അതിനോടൊരു ഇഷ്ടക്കേട് നമുക്ക് വരുമോ? ഒരിക്കലും ഇല്ലല്ലേ. ഇതുണ്ടല്ലോ, ഞങ്ങൾ വൈകുന്നേരം വീട്ടിലിരുന്നപ്പോഴേ ഈ ചെറുത് അവൻ ഏതോ ഡാൻസിന്റെ സ്റ്റെപ്പ് പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പായിനെ പഠിപ്പിക്കുന്ന ഭാഗമാണ് കേട്ടോ. പുള്ളിയുടെ കൂടെ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഒന്ന് കൂടുവാണെങ്കിൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുക്കളയിൽ നിന്ന് സവോള അരിയുന്നത് കണ്ടത്. അവിടെ വന്നു ആള് പുള്ളിയുടെ ഐഡിയ ആയിട്ട് എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് എടുത്തുകൊണ്ട് തന്നു. പുള്ളി ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഒന്ന് കണ്ണരിയത്തില്ലെന്ന്. എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണ് വരില്ലോ, അവനല്ലേ ആരാ മോനല്ലേ. എന്തായാലും ഒരു വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ടിരുന്ന് കഴിയുമ്പം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടെന്ന് നമുക്ക് തോന്നും. എപ്പോഴും ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓടിയാൽ മാത്രം മതിയോ? എന്നാ പിന്നെ ശരി, പിന്നെ കാണാം.